അച്ഛന് BP ഷുഗറുണ്ട്. BPക്കുള്ള ഗുളികയും കഴിച്ചു. ഇതിനെല്ലാം കഴിച്ച് പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. താനെന്ത് ഊളത്തരവാടാ ഈ പറയുന്നത്? സംഭവം നടക്കുമ്പോൾ താൻ എവിടെ ആയിരുന്നു? നമ്മളിവിടെ താഴത്ത്. അച്ഛൻ കഞ്ഞിയെല്ലാം കുടിച്ചു. കഞ്ഞിയൊക്കെ കുടിച്ച് സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. പത്മാസനത്തിൽ ആ പീഠത്തിൽ വെച്ച് ഇരുന്നു. അവിടെ ഇരുന്നതിന് ശേഷം പ്രാണായാമം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രതള, പത്മം. അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം എന്ന് ചോദിച്ചാ അവൻ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മായിക്ക് മനസ്സിലായോ? ഈ ഓരോ 6 ആധാര ചക്രങ്ങൾ ഉണത്തി ഈ പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് 3 കോഴ്സാണ് സന്യാസി. അതറിയില്ലല്ലോ. സന്യാ എ, സന്യാ ബി, സന്യാസി, ഇങ്ങനെ 3 കോഴ്സാണ്. പ്രാണനെ ഓരോ അറകളിൽ നിറയ്ക്കും. ഓരോ ജീവകലകളിൽ നിറച്ച് പ്രാണനെ കൊണ്ടുവന്ന് എന്നിട്ട് പിന്നെ എങ്ങനെ അമൃത കലയിൽ എത്തി അവിടെ അങ്ങ് പ്രാണൻ അങ്ങ് നിൽക്കും. അപ്പൊ ഇങ്ങനെ വലിഞ്ഞു മുറുകി ദേഹം എല്ലാം നല്ല വലിയ ബ്രഹ്മം നോക്കി അച്ഛ അങ്ങ് 11:30 കറക്റ്റ് സമാധിയായി. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിനൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി. ഈ തള്ള എന്താണ് പറയണത്? നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ നിയമപരമായി സത്യം തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം സമാധി എങ്ങനെ ഇരിക്കണം? അതിന്റെ പവർ പോയില്ലേ മോനെ? നിങ്ങൾക്ക് എല്ലാം അറിയാം. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കെറ്റിലും വെള്ളമില്ല.